ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ സെർച്ചിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. സോ വി നോ ദി ലോജിക് ഓഫ് ലീനിയർ സെർച്ച്, ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദാറ്റ് ലീനിയർ സെർച്ച് ആസ് എ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. സോ വൈൽ വി ആർ യൂസിങ് ഫംഗ്ഷൻ വി ക്യാൻ ഡു ഇറ്റ് ഇൻ two ways. That is, either you can do the function definition globally or you can use the function definition locally. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കലായിട്ടാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ചെയ്തിരിക്കുന്നത്. സോ ലോക്കൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഹിയർ യു ക്യാൻ സീ ആഫ്റ്റർ ഹാഷ് ഇൻക്ലൂഡ് stdio.h നമ്മളവിടെ ഒരു ഇൻറ്റ് ലീനിയർ സെർച്ച് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഇൻറ്റ് അറേ ആണ്. സോ ഇത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പാണ്. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുത്തിട്ട് മെയിനിന് ശേഷമാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുന്നതെങ്കിൽ ഇതാണ് ലോക്കൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി വെൻ ഇറ്റ് കംസ് ടു ഗ്ലോബൽ ഡിക്ലറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ ഫംഗ്ഷൻ ഡെഫിനിഷനെ നമ്മൾ മെയിനിന് ശേഷം എഴുതാതെ ഇതിനെ നമുക്ക് ഗ്ലോബലായിട്ട് കൊടുക്കാം. ഇപ്പോൾ മെയിനിന് ശേഷമായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹാഷ് ഇൻക്ലൂഡ് stdio.h കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൊടുക്കാം മെയിനിൻ്റെ മുന്നേ ആയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുക്കാതെ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ ഡെഫിനേഷൻ എഴുതാം. ദിസ് ഈസ് ഗ്ലോബൽ, ദിസ് ഈസ് ദി വേ ഇൻ വിച്ച് വി ആർ ഗ്ലോബലി ഡിഫൈനിങ് എ ഫംഗ്ഷൻ. സോ stdio.h കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം, ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുക്കാം. അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ എഴുതാം. സോ ദിസ് ഈസ് വൺ മെത്തേഡ്. ഓർ എൽസ് ആദ്യം നമുക്ക് പ്രോട്ടോടൈപ്പ് കൊടുത്ത് മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ട് പിന്നെ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വരാം. അതാണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി പ്രോഗ്രാം എങ്ങനെയാണ് ലൈൻ ബൈ ലൈൻ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പറഞ്ഞു തരാം. ആൻഡ് this is of course the header file stdio.h in which all the standard input output functions are defined. And this is prototype, function prototype. ഇത് ലോക്കൽ ഡിക്ലറേഷൻ ആണ്. സോ ലോക്കൽ ഡിക്ലറേഷൻ ആവുന്ന സമയത്ത് നമ്മൾ പ്രോട്ടോടൈപ്പ് കൊടുത്തിട്ടുണ്ടാവണം. വാട്ട് ഈസ് ലോക്കൽ ഡിക്ലറേഷൻ? ദാറ്റ് ഈസ് ആഫ്റ്റർ മെയിൻ ഫംഗ്ഷൻ വി ആർ ഡിഫൈനിങ് ദി ഫംഗ്ഷൻ, ലീനിയർ സെർച്ച് ഫംഗ്ഷൻ. അതിനെയാണ് നമ്മൾ ലോക്കൽ ഡെഫിനിഷൻ എന്ന് പറയാം. ആൻഡ് മെയിൻ ഫംഗ്ഷനിൽ വി നോ ഈ ലീനിയർ സെർച്ചിലേക്ക് നമുക്ക് ഒരു അറേ വേണം, സൈസ് ഓഫ് ദി അറേ വേണം, കീ വേണം. സോ 3 ഇൻപുട്സ് ആണ് ഈ ഫംഗ്ഷനിലേക്ക് ഉള്ളത്. അപ്പോൾ വി ആർ ടേക്കിംഗ് ദോസ് ഇൻപുട്സ് ഫ്രം ദി യൂസർ. സോ ഫസ്റ്റ് വി ആർ സേയിങ് ദി യൂസർ ടു ഇൻപുട്ട് ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി അറേ. സോ നമ്മൾ എന്നിലേക്ക് അതിനെ റീഡ് ചെയ്തു. ആൻഡ് ഇനി നമുക്ക് അറേ റീഡ് ചെയ്യണം. അപ്പോൾ അറേ റീഡ് ചെയ്തു. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് പെർസെൻറ്റേജ് ഈ നമ്പേഴ്സ് പറഞ്ഞു. സോ യൂസിങ് എ ഫോർ ലൂപ്പ് നമ്മൾ റീഡ് ചെയ്തു അറേനെ. സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി ആംബസെൻറ്റ് അറേ ഓഫ് ഐ എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്തു. സോ അപ്പോൾ ഇത് ആയി, അതേപോലെ അറേ ആയി. ഇനി അടുത്തത് നമുക്ക് കീ റീഡ് ചെയ്യണം. ഇത് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് റീഡ് ചെയ്യാം. സോ ഞാൻ അറേക്ക് ശേഷമാണ് കീനെ റീഡ് ചെയ്യുന്നത്. അപ്പോൾ കീനെ റീഡ് ചെയ്തു, കീ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക്. സോ 3 ഇൻപുട്ടായി, 1 2 3, സൈസ്, അറേ ആൻഡ് കീ. ആൻഡ് അപ്പോൾ 3 എണ്ണമായേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു കോൾ ദി ഫംഗ്ഷൻ ലീനിയർ സെർച്ച്. അപ്പോൾ ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. സോ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ റീഡ് ചെയ്ത 3 ഇൻപുട്സ് ഉണ്ട്, അറേ, എൻ, കീ. ഈ 3 ഇൻപുട്സ് നമ്മൾ പാസ് ചെയ്തു ലീനിയർ സെർച്ചിലേക്ക്. ഓക്കെ, സോ ദിസ് ഈസ് ഫംഗ്ഷൻ കോൾ. ഓക്കെ, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താ പറ്റുക, ഇവിടെ നിന്നല്ലേ കോൾ ചെയ്യണത്. അപ്പോൾ ഇവിടേക്ക് അതിൻ്റെ കൺട്രോൾ വരും ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക്. അപ്പോൾ അറേ എന്ന് പറഞ്ഞത് എയിലേക്കും, എന്ന് പറയുന്നത് ഈ എന്നിലേക്കും, കീ എന്ന് പറയുന്നത് ഈ കീയിലേക്കും കയറും ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത്. ഇനി ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യണത്, വി ആർ ടേക്കിംഗ് എവറി അറേ എലമെൻറ്റ്. എ ഓഫ് ഐ ഇസ് ദി അറേ എലമെൻറ്റ്. ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദി കീ. If it is equal, it will be returning I, or else it will go to the next iteration. This is repeated.
റിപ്പീറ്റഡ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കും. വൺസ് എല്ലാ എലിമെൻസും നോക്കിക്കഴിഞ്ഞു എന്നിട്ടും നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, അതായത് i n-1 അതുവരെ ഈ ലൂപ്പ് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ആ n-1 വരെ എത്തിയിട്ട് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ദർ ഇസ് നോ എലിമെൻറ്റ് ഇൻ ദാറ്റ് ആരെ. അപ്പോൾ എന്ത് വർക്ക് ചെയ്യും? -1 റിട്ടേൺ ചെയ്യും. റിട്ടേൺ -1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. സോ ഇഫ് ദി എലിമെൻറ്റ് ഇസ് പ്രസൻറ്റ് ഇറ്റ് വിൽ ബി റിട്ടേണിങ് i, or else it will be returning -1. എലിമെൻറ്റ് ഉണ്ടെങ്കിൽ i റിട്ടേൺ ചെയ്യും, എലിമെൻറ്റ് ഇല്ലെങ്കിൽ -1 റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫംഗ്ഷൻ ഡെഫിനിഷൻ ഓഫ് ലീനിയർ സെർച്ച്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വന്നത്? ഈ ഫംഗ്ഷൻ കോളിൽ നിന്നാണ് വന്നത്. സോ ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇപ്പോൾ വിചാരിക്കുക നമ്മുടെ അടുത്ത് 0, 1, 2 3 എലിമെൻറ്റ്സ് ഉണ്ട്. 35, 43, 22 അങ്ങനെ 3 എലിമെൻറ്റ്സ് ഉണ്ട്. സോ ആദ്യം ഞാൻ സെർച്ച് ചെയ്യണത് 22ന് വേണ്ടിയിട്ടാണ്. സോ ഞാൻ ആദ്യം 35 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കി. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ അല്ലേ? സോ അത് അടുത്ത എലിമെൻറ്റിലേക്ക് പോയി. 43 ഈസ് കമ്പയർഡ് വിത്ത് 22, ഈക്വൽ അല്ല. അപ്പോൾ അടുത്ത എലിമെൻറ്റിലേക്ക് പോയി. 22 കമ്പയർ ചെയ്തപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ. അപ്പോൾ എന്താ റിട്ടേൺ ചെയ്യുക? i റിട്ടേൺ ചെയ്യും. i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് i ഹിയർ? 2. സോ 2 റിട്ടേൺ ചെയ്യും. എവിടേക്കാണ് റിട്ടേൺ ചെയ്യുക? ആരാണോ കോൾ ചെയ്തത് അവിടേക്ക് ആ വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഒരു 2 എന്ന് പറഞ്ഞൊരു വാല്യൂ വരുന്നുണ്ടല്ലോ, അതിനെ സ്റ്റോർ ചെയ്യാനാണ് പൊസിഷൻ എന്ന് പറയുന്ന ഈ വേരിയബിൾ. എന്ത് വേരിയബിൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പൊസിഷൻ ഈക്വൽ ടു ലീനിയർ സെർച്ച് ഓഫ് അറേ ആൻഡ് കീ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് കൺട്രോൾ വരും. ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അവിടെ നിന്ന് വരുന്ന 2 എന്ന് പറഞ്ഞ വാല്യൂ എവിടെ കയറും? പൊസിഷൻ എന്ന് പറഞ്ഞ ഈ വേരിയബിളിൽ കിട്ടും. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആ അറേൻ്റെ ഇൻഡെക്സ് നമുക്ക് ഇപ്പോൾ ഏത് വേരിയബിളിലാണ് കിട്ടുക? പൊസിഷൻ എന്ന് പറഞ്ഞ വേരിയബിളാണ് കിട്ടുക. ഈ പൊസിഷൻ വേരിയബിൾ -1 ആണെങ്കിൽ മീനിങ് എന്താ? ഈ എലമെൻറ്റ് അവിടെ ഇല്ല എന്നും, അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദി പൊസിഷൻ %d. ഓക്കെ, സോ ദിസ് ഇസ് ദി മീനിങ്. ആൻഡ് ലാസ്റ്റ് റിട്ടേൺ 0. നമ്മൾ ഇൻറ്റ് മെയിൻ കൊടുത്തതുകൊണ്ട് ലാസ്റ്റ് റിട്ടേൺ 0 ആണ് കൊടുക്കേണ്ടത്. സോ ദിസ് ഇസ് how we can implement linear search.